ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മൾ ഊട്ടി പോയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഊട്ടിയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നും കാണാൻ പോകുന്നത്. ഊട്ടിയിൽ വിസിറ്റിംഗ് ടു ഷൂട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ ഷൂട്ടിംഗ് പോയിൻറ്റ് എന്ന് അതിന് പേര് വരാൻ കാരണം അവിടെ വെച്ച് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ടാണ് അതിന് ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് പേര് വന്നിട്ടുള്ളത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ സ്വാഗതം ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി നിൽക്കുന്നൊരു പിക്ചറൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ വഴിയിലൂടെ നമ്മൾ നടന്ന് അങ്ങറ്റം ആ കുന്നിൻ്റെ മേലെ ചെല്ലണം. അതൊരു മൊട്ടക്കുന്ന. അപ്പം നമ്മൾ അങ്ങറ്റം വരെ നടന്ന് പോകുമ്പോഴത്തേക്ക് വയ്യാണ്ടാവും കേട്ടോ. ഞാനൊക്കെ സൈഡായിട്ടുണ്ടായിരുന്നു അങ്ങറ്റം വരെ നടന്ന് ചെന്നപ്പോഴത്തേക്ക്. പിന്നെ ഇതിന് പാസ് ഉണ്ടായിരുന്നു. പാസ് വരുന്നത് 50 രൂപയിൽ താഴെയായിരുന്നു. പക്ഷേ കറക്റ്റ് എമൗണ്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല എത്ര രൂപയായിരുന്നു എന്ന്. പാസ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറേ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒട്ടുമിക്ക കുരങ്ങന്മാരുടെയും കയ്യ്ക്കും കാലിനും ഒക്കെ പരിക്കുകളുള്ള കുരങ്ങന്മാരായിരുന്നു. ആരെങ്കിലും ഉപദ്രവിച്ചതാണോ വണ്ടി തട്ടിയതാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ പുറത്തുനിന്ന് ചോളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോളമൊക്കെ വാങ്ങിച്ചത് നമ്മൾ താഴെ ഇട്ട് കൊടുത്തപ്പോൾ അവരതൊക്കെ എടുത്ത് കഴിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നേ. പിന്നെ ഈ കുന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വീടുകളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ മറ്റേ കിലുക്ക ഫിലിമിൽ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ആൾതാമസമുള്ള വീടുകളാണ് കേട്ടോ. നമ്മൾ ആ കുന്ന് കയറി മേളിലേക്ക് വരുന്തോറും നമുക്ക് തണുത്ത കാറ്റ് കിട്ടും കേട്ടോ. നല്ല തണുത്ത കാറ്റ് കിട്ടുമായിരുന്നു. നല്ല പോലെ നമുക്ക് തണുത്ത കാറ്റ് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. താഴേന്ന് അത്ര തണുപ്പുണ്ടാകത്തില്ല, പക്ഷെ നമ്മൾ മേളിലെത്തുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കാലികളൊക്കെ എനിക്ക് തോന്നുന്നു രാവിലെ മേയാൻ വിട്ടതൊക്കെ ആയിരിക്കും. വരിയായിട്ട് വരുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്ന വീടുകളിലൊക്കെ വളർത്തുന്നതൊക്കെ ആയിരിക്കും. അത് കണ്ടോ, വരിയായിട്ട് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റേ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ ഇഗ്ലൂ എന്ന് പറഞ്ഞ വീട്, അത് ഓർമ്മ വന്നേ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു എന്തോ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തോ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയത്തില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം മറ്റേ കുതിര സവാരിയൊക്കെ റൈഡൊക്കെ നടത്തുന്നത് കണ്ടു. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിന് മേളെത്തിയപ്പോഴത്തേക്ക് നൈസായിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ വേറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതായിട്ടൊന്നുമില്ല. ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഉള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, പച്ചപ്പും ഹരിതാപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ ചെല്ലുമ്പോഴും ഇവിടെ ഇഷ്ടം പോലെ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനടുത്ത് വേറെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ 2 ദിവസത്തേക്കാണ് പോയത്. അപ്പോൾ അത് കാരണം അത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുന്നു.